മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ നെനോനിലെ കുറിച്ചാണ്. 1930 ഡിസംബർ 15 റോമിലെ ഉന്നത കുലജാതരായ മിഷേലിന്റെയും മരിയയുടെയും മകളായിട്ടാണ് നെനോനില ജനിക്കുന്നത്. കേവലം 6.5 വയസ്സ് മാത്രം ജീവിച്ച് 177 പ്രേമലേഖനങ്ങൾ ഈശോയ്ക്ക് എഴുതി വിശുദ്ധിയുടെ പടവുകൾ കയറിയ കുഞ്ഞു വിശുദ്ധിയാണ് വിശുദ്ധ നെനോനില. വളരെയധികം ബുദ്ധി സാമർഥ്യവും ഉള്ള കുഞ്ഞായിരുന്നു നെനോനില. അതുകൊണ്ട് തന്നെ 3 വയസ്സുള്ളപ്പോൾ തന്നെ മാതാപിതാക്കൾ അവളെ നേഴ്സറിയിലാക്കി. നേഴ്സറിയിൽ ഈശോയെ പറ്റി സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ആർത്തിയോടുകൂടി അവൾ സ്വീകരിച്ചിരുന്നു. 4-5 വയസ്സുള്ളപ്പോൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും അവൾ ആക്റ്റീവായിരുന്നു. പള്ളിയിൽ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ അവൾ ഈശോയുടെ അടുത്ത് തനിയെ പോയിരുന്ന് ഈശോയോട് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുമായിരുന്നു. ഈശോയെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, ഈശോയെ എൻ്റെ കൂടെ വരാമോ എന്നൊക്കെ ചോദിച്ച് ഈശോയോട് വളരെയധികം സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി ഈശോയുടെ സ്നേഹം പിടിച്ചു പറ്റിയ കുഞ്ഞു വിശുദ്ധിയാണ് വിശുദ്ധ നെനോനില. ഒരിക്കൽ നെനോനില കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് പരിക്കേറ്റ നെനോനിലയും കൊണ്ട് പിതാവ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഹോസ്പിറ്റലിലെ ചെക്കപ്പിനൊക്കെ ശേഷം ഡോക്ടർമാർ പറഞ്ഞു, അസ്ഥിയെ ബാധിക്കുന്ന ഒരുതരം ക്യാൻസറാണ്, കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാതാപിതാക്കന്മാർ വളരെയേറെ ദുഃഖത്തിലായി. എന്നാൽ നമ്മുടെ കുഞ്ഞു നെനോനില ഇത് വളരെയധികം സന്തോഷത്തോടും സൗമ്യതയോടും കൂടി സ്വീകരിച്ചു. അവൾ പറഞ്ഞു, ഈ സഹനം എനിക്ക് ക്രൂശിനോട് കൂടി ആയിരിക്കുവാൻ സാധിക്കുമല്ലോ എന്നവൾ പറഞ്ഞു. പാപികളോടുള്ള സ്നേഹവും ഈശോയോടുള്ള സ്നേഹവും ആ വിശ്വാസവും ഒക്കെ കൊണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ പരിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനവും ഒക്കെ നേരത്തെ നൽകാൻ അനുമതി കിട്ടി. ഒരിക്കൽ അവളുടെ പിതാവ് അവളോട് ചോദിച്ചു, ഇത്ര ചെറുപ്പത്തിലെ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതിൽ നിനക്ക് വിഷമമില്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ സഹനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈശോയോട് ചേർന്നിരിക്കാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയോടൊപ്പമായിരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അവളുടെ ആ മറുപടി കേട്ട് പിതാവ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. ആത്മാക്കളോടുള്ള അവളുടെ സ്നേഹത്തെ പ്രതി ഒരിക്കൽ അവള് ആത്മാക്കൾക്കുള്ള കത്തിൽ ഇങ്ങനെ എഴുതി, ഈശോയെ, എനിക്ക് ധാരാളം ആത്മാക്കളെ തരണമേ എന്ന്. ഒരാത്മാവ് പോലും നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് ഈശോയോട് അവൾ കത്തിൽ എഴുതി. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ കാലുകൾ മുറിച്ചു കളഞ്ഞപ്പോഴും ഈശോയോടുള്ള സ്നേഹത്തിന് അവൾ ഒരു മാറ്റവും വരുത്തിയില്ല. 6-ാം വയസ്സിൽ കൃത്രിമ കാലുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ വളരെയധികം വേദന അനുഭവിച്ചിരുന്നു. ആ സമയങ്ങളിൽ അവൾ ഈശോയ്ക്ക് ധാരാളം കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. അതിലെല്ലാം അവളുടെ ആ സ്നേഹവും വിശ്വാസവും അവളുടെ സഹനങ്ങളും എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. അവൾക്ക് എഴുതാൻ പറ്റാത്ത കത്തുകളൊക്കെ അവൾ അവളുടെ അമ്മയെ കൊണ്ട് എഴുതിപ്പിച്ചിരുന്നു. അവളുടെ ആ കത്തുകളിലെ ഉള്ളടക്കം കണ്ട് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 1936 സെപ്റ്റംബറിൽ അവൾ ആവേശം പൂണ്ട ഈശോയ്ക്ക് ഒരു കത്തെഴുതി, ഈശോയെ, ഈ ഡിസംബർ 25-ാം തീയതി എൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണെന്ന് ഞാൻ എൻ്റെ സിസ്റ്റർമാരോട് പറയും. അപ്പോൾ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വേഗം വരണം, അങ്ങേ കെട്ടിപ്പിടിച്ച് എനിക്ക് ചുംബിക്കണം, അങ്ങനെ അവിടുത്തെ സ്നേഹം മുഴുവൻ എനിക്കും അനുഭവിക്കണം. അവൾ പാപികളുടെ മാനസാന്തരത്തിനായി അവളുടെ സഹനങ്ങളെല്ലാം അവൾ കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ ആ ഡിസംബർ 25-ാം തീയതി വന്നു ചേർന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം. അന്ന് അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഡിസംബർ 25-ാം തീയതി ആദ്യ കുർബാന സ്വീകരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അന്നാണല്ലോ അങ്ങ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത്. എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വസ്ത്രം വളരെ മനോഹരമാണ്. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ വസ്ത്രം അതിലും മനോഹരമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അവളുടെ കാലിന് നല്ല വേദനയുണ്ടെങ്കിലും ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് അവൾ 1 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് അവൾ ഈശോയോട് പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് അങ്ങേ സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയോടൊപ്പം ആയിരിക്കാത്തവർക്കും വേണ്ടിയാണ്. ഈ ആദ്യ കുർബാന സ്വീകരണത്തിൽ എനിക്ക് എപ്പോഴും അങ്ങയോടൊത്തായിരിക്കാൻ എനിക്ക് 3 കൃപകൾ തരണം. 1, എന്നെ ഒരു വിശുദ്ധിയാക്കണം.
രണ്ടാമത്, എനിക്ക് ധാരാളം ആത്മാക്കളെ തരണം. മൂന്നാമതായി, എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയണം. എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ കാല് പണ്ടേ ഞാൻ അങ്ങേക്ക് തന്നതാണ്. ഈ വേദനകളുടെയൊക്കെ നടുവിലും അവൾ ഈശോയ്ക്കും പരിശുദ്ധ ത്രിത്വത്തിനും വിശുദ്ധ ആഗ്നസിനും വിശുദ്ധ കൊച്ചു ത്രസ്യായിക്കും ധാരാളം കത്തുകൾ എഴുതുമായിരുന്നു. ഈ കത്തുകളൊക്കെ എഴുതിയിട്ട് അവൾ കിടക്കുന്ന മുറിയിൽ ഉണ്ണീശോയുടെ സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉണ്ണീശോയെ വിളിക്കുമായിരുന്നു ഈ കത്തുകളൊക്കെ വായിക്കാൻ വേണ്ടി. അവൾ ഓർക്കും, ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഈ കത്തുകളെല്ലാം വന്ന ഉണ്ണീശോ വായിക്കുമെന്നാണ് അവൾ ഓർക്കുന്നത്. ഒരിക്കൽ അവളുടെ ആത്മീയ വഴികാട്ടിയോട് അവൾ പറഞ്ഞു, നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് നിശബ്ദമായി സഹിക്കണം. ഈശോ കുരിശിൽ സഹിച്ചത് അങ്ങനെയല്ലേ. അവൾ മരിക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മയോട് അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം നിർത്തിവെച്ച് ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കിലേക്ക് പോവുകയാണ്. അമ്മ വിഷമിക്കരുത്, അമ്മ കരയരുത്. വൈദികൻ വിശുദ്ധ കുർബാനയുമായിട്ട് അവളുടെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ് അവൾ നല്ലൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ അവളെ നിർഗമിച്ചിരുന്നത്. അങ്ങനെ 1937 ജൂലൈ 3 അവൾ അവളുടെ പ്രിയപ്പെട്ട ഈശോയുടെ അടുക്കിലേക്ക് യാത്രയായി. നമുക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ഈശോയ്ക്ക് കാഴ്ചവെച്ച് നമുക്കും ജീവിക്കാം. പരിശുദ്ധ കുർബാനയും നമുക്ക് ആഴപ്പെടാം. അതിനായിട്ട് നമുക്ക് വിശുദ്ധ നെനോനിലയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.